രാമനായരെ, ദേവദാസിനെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് വരൂ. രാമനായരെ, എന്നെ ഇവിടെ വിട്ടാ മതി. ഞാൻ പെട്ടെന്ന് ഓടിപ്പോയിക്കോളാം. വേണ്ട വേണ്ട, അച്ഛനമ്മ എല്ലാം വഴക്ക് പറയും. പള്ളിക്കുറിച്ച് കൊണ്ട് വിട്ടിട്ട് ഞാൻ പോന്നോളാം. എന്താ രാമനായരെ? ശാഠ്യം പിടിക്കാതെ കുഞ്ഞേ, ഞാൻ പറയുന്നത് കേൾക്ക്. അയ്യോ. കുഞ്ഞേ കുഞ്ഞേ. ദേവദാസ്, പാർവതി, നിന്റെ വിരലിന് ലഡുവിനേക്കാൾ മധുരമുള്ളത് കൊണ്ടാ. എനിക്ക് ആനവാല ഉണ്ടോന്നോ? ഞങ്ങളുടെ ആനയ്ക്ക് ഒരു വാലേ ഉള്ളൂ. അത് മുറിച്ചെടുത്താൽ ആന കണി കാണാൻ കൊള്ളൂലെന്ന് ആനക്കാരൻ പറഞ്ഞു. ആനയുടെ വലിയ വാലയല്ല ഞാൻ ചോദിച്ചത്, വാലയിലെ വാല്. വാലിന്റെ അറ്റത്ത് പൂടയില്ലേ? ഓ, ആനപ്പൂടാ. ദേവദാസ് ആനവാല് കൊണ്ടുവരാതെ ഓരോന്നും പറഞ്ഞ് കളിയാക്കുകയാണ്. എന്നാലിതാ ആനവാല്. ഞാനിത് വെള്ളി വെട്ടിച്ച് വളയാക്കി ഇടും. ആ, ദേവദാസ് പകർത്തി എഴുതിയോ? ഞാൻ എഴുതിയില്ല. അയ്യോ, സാർ അടിക്കയില്ലേ? എന്നെയോ? എന്റെ അച്ഛന്റെ പള്ളിക്കൂടമാണ് അത്. അയാൾക്ക് ശമ്പളം കൊടുക്കുന്നേ എന്റെ അച്ഛനാ. ഞാൻ വലുതാകുമ്പോ ഞാൻ കൊടുക്കും. അതുകൊണ്ട് എന്ത് കുറ്റം ചെയ്താലും അടുത്തിരിക്കുന്ന കുട്ടി അടിച്ചിട്ട് എന്നെ തുറിച്ചു നോക്കും. ഞാൻ എഴുതി. എന്റെ അച്ഛന്റെ പള്ളിക്കൂടം അല്ലാത്തോണ്ട് സാർ എന്നെ അടിക്കും. ഇതാ നോക്ക്. എല്ലാവരും പകർത്തിയെടുത്തിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ആ, എടുക്കണം. നാളെ 100 പ്രാവശ്യം പകർത്തി എഴുതിയിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. മിടുക്കൻ. കണ്ടോടാ, ആമ്പിള്ളാർ എഴുതിക്കൊണ്ട് വന്നത് കണ്ടോടാ. ഇരുന്നായിരുന്നോ മോനിരുന്നോ? നീ ഇരുന്നോ? ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. ഇടേ ഇതാണ് പാർവതിയുടെ ബുക്ക്. ഞാൻ പിടിച്ചു കുറച്ചുകൊണ്ട് ഓടിപ്പോന്നതാ. പാർവതി എഴുതിയ ബുക്കാണോ ദേവദാസിന്റെ കയ്യിലിരിക്കുന്നത്? സാർ, എന്നെ അടിച്ചു. പിന്നെ വെറുതെ വിടത്തില്ല. പിടിക്കാൻ രാമനായരെ, വണ്ടി റെഡിയായോ? വണ്ടി റെഡിയായി.
കാണാൻ വേണ്ടി സ്കൂളിലെ മാഷും കുറച്ച് കുട്ടികളും വന്ന് നിൽക്കുന്നു. അവരെയും വിളിക്കൂ. ഓ, വരൂ. എന്താ മാഷേ, എന്ത് പറ്റി കുട്ടിക്ക്? ദയവ് ചെയ്ത് എന്നെ ഇവിടുത്തെ സ്കൂളിൽ നിന്ന് അങ്ങ് പിരിച്ചു വിട്ടേക്കണം. എനിക്ക് ഇവിടുത്തെ ജോലിയും വേണ്ട, ഇവിടുത്തെ താമസവും വേണ്ട. എന്താ മാഷേ, എന്തുണ്ടായി? അവിടുത്തെ മകന്റെ വികൃതികളെ കുറിച്ച് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാകുന്നു. ഇപ്പൊ ഞാൻ സാഹി കേട്ടു. ഒരക്ഷരം പഠിക്കില്ല. പാഠം എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ ചെയ്യില്ല. ഇന്നാണെങ്കിൽ മറ്റൊരു കുട്ടി എഴുതിക്കൊണ്ട് വന്ന ബുക്ക് തട്ടിപ്പറിച്ച് ദേവദാസ് എഴുതിയതാണെന്ന് പറഞ്ഞ് എന്നെ കാണിച്ചു. ഒന്ന് ശാസിച്ചു കളയാം എന്ന് വിചാരിച്ചു. വെറുതെ ഒന്ന് തൊട്ടതേ ഉള്ളു. ഈ താഴെ ഇട്ടിട്ട് ഇറങ്ങി ഒരു ഒറ്റ ഓട്ടം. പുറകെ പിടിക്കാൻ പോയ ഹുമാരെ അവൻ കല്ലെടുത്തെറിഞ്ഞു. ഇവന്റെ തല പൊട്ടിക്കിടക്കുന്നത് നോക്കിയാട്ടെ. അവനെവിടെ? സ്കൂളും പരിസരവും മുഴുവനും അന്വേഷിച്ചു. അവിടെ അങ്ങ് ആ കുഞ്ഞിന്റെ പൊടി പോലും കണ്ടില്ലേ. മാസ്റ്റർ പൊയ്ക്കോളൂ, ഞാൻ വേണ്ടത് ചെയ്തോളാം. രാമനായരെ, ഇവൻ ഇപ്പോഴേ ഇങ്ങനെയായാൽ? സാരമില്ല, അത് കൊച്ചു കുഞ്ഞല്ലേ, വളർന്നു വരുമ്പോ എല്ലാം നേരെയാവും. അവൻ ഇവിടെ തന്നെ നിന്നാൽ ഇനിയും വഷളാകുകയുള്ളൂ. എന്റെ മകനായതുകൊണ്ട് ആരും അവനെ ശാസിക്കില്ല. അവൻ വഷളാകാൻ ഒരു പ്രധാന കാരണം അതാണ്. രാമനായർ പോയി അവൻ എവിടെ ഉണ്ടെങ്കിലും വിളിച്ചുകൊണ്ട് വരും. ഞാൻ പുറത്തു പോകുന്നില്ല. ഈ പൂച്ചയുടെ ഒരു ശല്യം. എടി 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 നില്ലടി അവിടെ, അവിടെ നിൽക്കാൻ. ഓ, നീയായിരുന്നോ പൂച്ച? കയ്യിലെന്താ? ഒന്നുമില്ല. ഒന്നുമില്ലേ? നോക്കട്ടെ. എന്ത് വീട്ടിനകത്തിരുന്നാലും എടുത്ത് കൂട്ടുകാർ കൊണ്ടുപോയി കൊടുക്കും. ഒരു സ്വഭാവം. ഓ, വീട്ടിൽ പോയില്ലേ? ഇല്ല. എന്നാലും അങ്ങോട്ട് ചെല്ല, അച്ഛൻ വടികരിച്ച് വെച്ചിട്ടുണ്ട്. സ്കൂളിലെ കാര്യം നീ പോയി പറഞ്ഞു. സാറ് ഏറുകൊണ്ട് കുട്ടിയെ കൊണ്ട് പോയിട്ടുണ്ട്. അങ്ങോട്ട് ചെല്ലേ, കിട്ടും. ഞാൻ പോകുന്നില്ല. പിന്നെ എവിടെ പോവും? എവിടെയെങ്കിലും പോവും. ഞാനും വരും. നിന്നെ കൊണ്ടുപോകില്ല. നീ പോയി എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടു. വീട്ടിൽ പോയി കുടിക്കേ. വീട്ടിൽ പോകുന്നതിന് പറഞ്ഞില്ലേ വെള്ളം കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. വെള്ളം കൊണ്ടുവരോടി. വീട്ടിൽ പോയി കുടിച്ചാൽ മതി. നീ കൊണ്ടുവന്ന് തരില്ല അല്ലടി. എന്തിനാ നീ കരയുന്നേ? ദേവദാസ് ഇങ്ങോട്ട് വരില്ലെന്നും എങ്ങോട്ടെങ്കിലും പോവുമെന്നും പറഞ്ഞു. അതിനാണോ നീ കരയുന്നേ? എന്നെ അടിക്കുകയും ചെയ്തു. ദേവദാസ് നിന്നെ അടിച്ചെന്നോ? അപ്പോ എന്തോ കാരണം കാണണം. പറയും. ദേവദാസ് സിഗരറ്റ് വലിച്ച കാര്യം പറയുമെന്ന് പറഞ്ഞതുകൊണ്ട്. ദേവദാസ് സിഗരറ്റ് വലിക്കുന്ന നീ കണ്ടോ? കണ്ടു. കുഞ്ഞു കരയാതെ പൊയ്ക്കോളൂ. ഞാൻ ഇന്നവന് നല്ല തല്ല് കൊടുക്കാം. എന്തിനാ മോളെ കരയുന്നേ? ദേവദാസിന്റെ അച്ഛൻ ദേവദാസിനെ തല്ലുന്ന് പറഞ്ഞു. അതിന് മോളെന്തിനാ കരയുന്നേ? ദേവദാസിനെ തല്ലിയ മോക്കാണോ നോവുന്നത്? നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? ഇതുവരെ അവനെ പിരിഞ്ഞ്
ഒരു ദിവസം ഞാൻ കഴിഞ്ഞിട്ടില്ല. എന്നും അങ്ങനെ കഴിയാൻ പറ്റില്ലല്ലോ. അവന് വീട് വിട്ടുനിന്ന് ശീലമില്ലാത്തോണ്ടുള്ള വിഷമമേ ഉള്ളൂ. അവനൊരു ആൺകുട്ടിയല്ലേ, സ്വന്തമായി ജീവിച്ച് പഠിക്കട്ടെ. ഇക്കാര്യത്തിൽ അങ്ങയോളം മനക്കരുത്ത് എനിക്കുണ്ടാവുന്നില്ല. ഉണ്ടാകണം. അതില്ലാതെ പോയതിന്റെ ഫലമാണ് അവൻ ഈ നിലയിലായത്. ആ വലിയ പട്ടണത്തിൽ എന്റെ കുഞ്ഞ് തനിച്ച് എങ്ങനെ കഴിയും? അങ്ങനെയൊക്കെ നോക്കിയാൽ പറ്റൂ. ബാംഗ്ലൂർ നമ്മുടെ വീട് ഒഴിഞ്ഞു കിടക്കല്ലേ, രാമൻ നായരെ കൂടി അയക്കാം. എന്താ മോളെ? ദേവദാസ് എവിടെ? അയ്യോ, ദേവദാസിനി ഈ പള്ളിക്കുടിച്ച് പഠിക്കുന്നില്ല. ബാംഗ്ലൂരിൽ പോയി പഠിക്കാൻ ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ പോവും. പക്ഷേ മോനെ, തീവണ്ടിക്ക് സമയമായി. രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പ് പുറപ്പെടും മോനെ. ആ, ചന്ദ്രികായൈ നമഃ. ചന്ദ്രികേ, ചിരിക്കാതെ ചിരിക്കാതെ. നിന്റെ ഈ കൊല്ലുന്ന ചിരിയാണ് എന്നെ കുഴപ്പിക്കുന്നത്. ഞാനും ഉണ്ട് ഈ നടുകുടിഞ്ഞ 5 രൂപയും ഉണ്ട്. കാശ് തരാതെ ഇവനെ തട്ടാം. ഞാൻ വരുന്നുണ്ട്. ഒരത്യാവശ്യം. ഇതിനെന്ത് കിട്ടും? സ്വന്തം തന്നല്ലോ. പിന്നെ മോഷ്ടിച്ചതോ? ഇയാൾ ആരുവാ? ആദ്യം സ്വന്തമാണെന്ന് പറഞ്ഞ് ഗമേ കയറി വരും, പുറകെ മറ്റവരും വരും. ആരെ? പോലീസ്. പോലീസോ? ഇത് പോലീസിന്റെ വകയല്ല, എന്റെ സ്വന്തം വകയാ. എവിടെയാ സ്ഥലം? ഇവിടെ അടുത്ത് തന്നെ. എവിടെയോ വച്ച് കണ്ട നല്ല പരിചയം. എനിക്ക് നല്ല പരിചയം ഇല്ല. എന്താ ജോലി? ജോലി പഴയ ജോലി എന്റെ. താ ഒരച്ച മതി. മാറ്ററിയണ്ടായോ? ഇങ്ങനെ മാറ്ററിഞ്ഞ എന്റെ മോതിരത്തിന്റെ ഗതി എന്താവും? മാറ്റ് കുറവാ. ആ, എന്ത് വില കിട്ടും? ഒരു 600 രൂപ. 600 രൂപ. സാറിന് എന്ത് വേണം? ഇവിടെ സ്വർണം എടുക്കുവോ? എടുക്കും. എന്ത് വില കിട്ടും? ഒരച്ചാതെ മാറ്റി നോക്കാൻ പറ്റുമോ? സാർ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? കുശലമൊക്കെ പിന്നെ പറയാം. എന്താ പണി? പഴയ പണി തന്നെ. അല്ല, ഒരു സംശയം തീർക്കാനാ. തന്റെ സംശയം തീരുമ്പോഴേക്കും എന്റെ മോതിരവും തീരും. സാറേ, കണ്ടമാനം ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയിട്ടുണ്ട്. മുക്ക് പണ്ടോണെന്ന് ആരറിഞ്ഞു? ഇപ്പൊ മുങ്ങിയവൻ ഞാനാ. കുറച്ചിടത്തോളം അങ്ങനെ ഉണ്ട്. തരക്കേടില്ല. എന്ത് വില തരും? ഏകദേശം ഒരു 500 രൂപ കിട്ടും. ഈ കടയുടെ വില അല്ല ഞാൻ ചോദിച്ചത്, മോതിരത്തിന്റെ വിലയെ ഞാൻ പറഞ്ഞു. ഇനി ഒരിടത്തും കൂടെ പോയാ മോതിരവും ബാക്കി കാണില്ല. ഏതായാലും ഉള്ളത് നീ ഇതാ. സ്രാവും അഴുക്കും കാണും. ഒന്ന് ചൂടാക്കി നോക്കിയേ. ആ, ചൂടാക്കി നോക്കാം. എന്താ സാറേ അത്ര വിശ്വാസം? വിശ്വാസം കൂടുതലുണ്ടല്ലേ പിടിച്ചത്. 500 500 എന്ന് കൊടുക്കും.
நீங்க டவுட்டா பாக்குறீங்க? മനസ്സിലായില്ല. நான் ഹരിദ്വാറിൽ இருந்து வரேன். என்னோட பர்ஸ் எவனோ ஒரு சண்டாளம் திருடிட்டு போயிட்டா. രാവിലെ പിരിവിനിറങ്ങിയതായിരിക്കും. நான் பிரிவுக்காக வரல. இந்த நகைக்கு என்ன விலை கிடைக்கும்? உரைச்சு നോക്കട്ടെ. உரைக்கவா குறைக்கவா ചിതയ്ക്കവാ ഇത് വേണാലും பண்ண. ഹരിദ്വാറിലാണെന്ന് പറഞ്ഞല്ലോ. ആമാ. നമ്മുടെ ഭാഷയൊക്കെ എങ്ങനെ പഠിച്ചു? அப்பா இந்த ஊரு, அம்மா வள்ளியூரு, நான் கிராஸ். கிராஸா? அது கண்டால் அறியாம். நகை எப்படி இருக்கு? தரக்கேடில்ல. இத மாதிரி ஒரு பொட்டி நான் வச்சிருக்கு. எവിടെന്ന് കിട്ടി? ஹரித்வார் பக்கத்துல ஒரு சின்ன துவாரம் இருக்கு. ஒரு விளையாட்டுக்காக நான் சும்மா கை போட்டேன், அப்படியே கிடைச்சது. எல்லாம் ഞാൻ എടുത്തോളാം. എവിടെയാ വീട്? ராத்திரியில வந்தா போதும். கொஞ்சம் அட்வான்ஸ் பணம். ശാസ്ത്രം, ജ്യോതിഷം, ഭാവി ഫലങ്ങൾ. എടോ ഇവിടെ ഒരു ഫലം അറിയണ്ട. உள்ளே வருகிறேன். முருகா, ഇത് ഡിസ്റ്റർബ് ആണോ? முதலாளி நல்ல சொன்னமான நோக்கி സി.ഡി മറ്റോ ആണോ? ஒரு ஐடியும் இல்லை. ഞങ്ങളുടെ വീട്ടു പറമ്പ് കുടിച്ചപ്പോ കിട്ടിയതാണ്. இந்த மாதிரி ഒരു കുടം നിറയെ വീട്ടിൽ ഇருக்கு. ഒരു കൂടോ? നേരാണോ? ഇത് മുഴുവൻ ഞങ്ങൾ എടുത്തോളാം. രാത്രിയില് വന്നാ മതി. എല്ലാവരും തൂങ്ങിനതുക്ക് പിറகு അഡ്വാൻസ് കൂടെ சீக்கிரம் சீக்கிரம். கண்டிப்பா வரணும். പറഞ്ഞ വീട് തന്നെ. അയാൾ പറഞ്ഞ വീട് ഇതാ. ഭക്ഷ്യശാസ്ത്രജ്ഞൻ ഇത്രയും വലിയ വീടോ? അവൻ പോലീസിനെ പറ്റിക്കാൻ വേഷം മാറി വന്നതായിരിക്കും. സാറേ, പക്ഷി സാറേ, സാറേ, പക്ഷി സാറേ, പക്ഷി സാറേ. പക്ഷി മറന്നുപോയി. ആരോ വരുന്നുണ്ട്. സ്വാമി, സ്വാമി, സ്വാമിയേ, ഹരിദ്വാര സ്വാമി, ഞാനാ ഭൂതലിംഗം. അത് തുറക്കാൻ. ഭൂതലിംഗമേ, ഏത് ഭൂതം? അയ്യോ, ഇവിടെ ഞാനില്ലേ, ഓടിപ്പോ. അയ്യോ, ഇവിടെ ഞാനില്ലേ. പോലീസ്, 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 പോലീസാ, പോലീസ്. എന്തോ അപ്പോ പരീക്ഷ കഴിഞ്ഞുവല്ലേ? അയ്യോ, കഴിഞ്ഞു എന്റെ പൊന്നമ്മാവാ. എന്റെ നാടുകടത്തലിന്റെ കാലാവധി അവസാനിച്ചമ്മാവാ. അമ്മാവനും നാട്ടിൽ നിന്ന് വന്നിട്ട് നാളെ വരെ. അതിനെന്താ, നമുക്ക് ഒരുമിച്ച് നോക്കളെ. എന്താ? പിന്നെ കൂട്ടുകാരൻ രാജൻ ഇവിടെ വന്നിരുന്നു. അവൻ പരീക്ഷ എഴുതാതെ കറങ്ങിയടിച്ച് നടക്കുക. എന്തു പറഞ്ഞു? വന്നാൽ ഉടനെ അങ്ങോട്ട് എല്ലാം പറഞ്ഞു. ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അമ്മ പോകാനുള്ള ഏർപ്പാടുകളൊക്കെ ശരിയായിരിക്കും. ഓക്കെ. സാർ, 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 സാർ. ആരടാ രാവിലെ മെനക്കെടുത്താ മതി. സാർ, നീയായിരുന്നു. എന്താടാ പാല് കൊണ്ടുവരാൻ ഇത്ര താമസം? ഇനി പാല് വരുന്നില്ല. ഇതേവരെ തന്നതിന്റെ പണം ഇനി എന്നാ മതി. പാലും പണവും തമ്മിൽ എന്താ? പാലും പഴവും തരാനുള്ള പണം തരണമെന്ന്. നീ അടുത്ത മാസം 26-ാം തീയതി വാ. അപ്പൊ പറയാൻ പണം എപ്പ തരാം. ഇപ്പൊ പാലിടാ. ഇതാണ് ചേട്ടനാണോ? ചേട്ടൻ നടക്കാൻ ഇറങ്ങിയായിരിക്കും അല്ലേ? അല്ല, 6 മാസത്തെ വാടക കുടിച്ചോണ്ട് എനിക്കിന്ന് പണം കിട്ടണം. അയ്യോ, എന്താ ഇത്ര താമസിച്ചേ? ചേട്ടാ ഇരുതാട്ടെ, ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഇത് ശരി. ഇത് ചേട്ടന്റെ വീട്. ഇരിക്കോ കിടക്കോ എന്ത് വേണേ ചെയ്യാമല്ലോ അല്ലേ? എനിക്ക് നിന്റെ പണം മുഴുവൻ കിട്ടാൻ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. അയ്യോ ചേട്ടാ, അല്ലെങ്കിൽ ചേട്ടനോട് പുറത്തിറങ്ങി പോകാൻ പറയാൻ കൊള്ളാമോ ചേട്ടാ? എനിക്ക് നിന്റെ പണം എനിക്ക് വന്നിട്ട് പണം കിട്ടി പറ്റി. അലക്കൊണ്ടുവന്നോടോ, അലക്കൊണ്ടുവന്നോന്ന്.
ഇവരെ കൊണ്ടു തന്നെ പണം കിട്ടിയാ മതി. ഇതൊരു വിശ്വാസവഞ്ചനയാണ്. ആകെ എനിക്കുള്ളത് ഒരു ജോഡി ഡ്രസ്സേ ഉള്ളൂ. അത് താനിങ്ങനെ പിടിച്ചു വെച്ചാ ഞാൻ എങ്ങനെ പുറത്തു പോകും? ബാങ്കിൽ പോയാലല്ലേ പണം എടുക്കാൻ നോക്കൂ. നൂൽബന്ധമില്ലാതെ പോവാൻ പോയിട്ടാ. അലക്കൂലി ഇല്ലെങ്കിലേ തുണി കൊടുക്കാതെ പോയാ മതി. ആ എടോ ഒരു 4 ചായ കൊണ്ടുവാ. ചേട്ടൻ ഒരു വിത്തൗട്ട്. കഴിഞ്ഞ മാസം വെച്ച പണത്തിനാ ഞാൻ വന്നത്. ബന്ധം കലക്കരുത് ചേട്ടാ. താനിങ്ങനെ നാട്ടുകാരെ പറ്റി എത്ര കാലം ജീവിക്കും? ഹേവന്മാരെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. ചേട്ടൻ ഒരു തറവാടിയാ. ഹൃദയമില്ലാതെ സംസാരിക്കരുത്. ഇവനെ വിടരുത്. ഇതവന്റെ ഒരു അടവാ. ഇനി നീ ആരെ പറ്റിക്കരുത്. ദേഹത്തോട്ട് കളിക്കരുത്. ആ ചേട്ടൻ ദേഹത്തോട്ടോ. ഞാൻ പുറത്തു പോയിട്ട് വരാം. എന്താ എന്താ ഇവിടെ മോണി കളിയാ? ദേവദാസ നീ എന്താ ഇവിടെ? ഒരു മിനിറ്റ്. ഇവരൊക്കെ ആരാ? ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. എന്നും വൈകുന്നേരം വരും. ഞങ്ങൾ ജാളിയാണ്. കള്ളനാ. ഇയാൾ അലക്കൂലി എന്നിട്ടില്ല. എനിക്ക് ചായയുടെ പൈസ കിട്ടണം. പാലിന്റെ കാശ് തരില്ല. ശരിയാണോ അളയ? കൊടുത്തുട്ടെ. ഞാനിപ്പ വരാം. അളയോട് ഇരിക്കേ. ഞാൻ ഇവന്മാരെ പറഞ്ഞു വിട്ടിട്ട് വരാം. അലക്കാരാ വായി നോക്കിയേക്ക. വാടോ. ഇനി മടക്കം എന്നാണ്? ഒന്നും പറയാൻ കഴിയില്ല. അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്റെ കാര്യം ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. നിനക്ക് ആവശ്യമുള്ള പണം ആ സേഫിലുണ്ട്. എന്റെ പൊന്ന് ചങ്ങാതി, വഴക്കിനും വക്കാണത്തിനൊന്നും പോകാതെ ഇനിയെങ്കിലും ഒന്ന് പഠിക്കാൻ നോക്കും. പഠിക്കുന്ന കാര്യമാണ്. പ്ലീസ്. ഓക്കെ ഓക്കെ. ആ ബാബാ പോ പോ. സിദ്ധാർത്ഥ സിദ്ധാർത്ഥ ഡിക്കി തുറക്ക. ഡിക്കിന് വേദ. കുട്ടി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ? എല്ലാം ഓർമ്മയുണ്ട്. ശരീരമൊക്കെ സൂക്ഷിച്ചോണേ. നോവൽ എക്സസൈസ് ചെയ്യണം. ബൈ ബൈ ബൈ. അയ്യോ, ഇതാര് ദേവദാസോ? മോൻ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. മോനങ്ങ് വളർന്നു പോയല്ലോ. പഠിത്തം എവിടെയായി? പരീക്ഷ കഴിഞ്ഞു. മോളെ, ഇതാരാ വന്നിരിക്കുന്നത് നോക്ക. ദേവദാസ്. പാർവതി, പ്രസാദം കൊടുക്കും മോളെ. മോനെ, പ്രസാദം എടുക്ക. അതൂടാൻ കഴിക്കും മോനെ. മതിയമ്മേ. വീട്ടിൽ നിന്ന് പോയതോടെ നിന്റെ രൂപമേ മാറിപ്പോയി. പൊതുവേ ഇതാ രീതി. കുഞ്ഞിനോട് പറഞ്ഞതാണെങ്കിലും കൊണ്ടത് എനിക്കിട്ടാ. പഠിപ്പും പരീക്ഷയൊക്കെ മതി. ഇനിയെങ്കിലും എന്റെ മക്കള് ഇവിടെങ്ങാനും അടങ്ങി ഒതുങ്ങി കഴിയാൻ നോക്ക്. ഒരു സ്നേഹിതനെ കാണാനുണ്ട്. ഞാൻ ഒന്ന് പുറത്തു വിട്ടുതരാമേ.
എനിക്കെന്താ കൊണ്ടുവന്നത്? ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെന്താ ഒളിച്ചു പിടിക്കുന്നത്? അവലോ? അവലിനി ഒരിക്കലും കൊണ്ടുവരില്ല. അന്നത്തെ തല്ലിന്റെ വേദന ഇനിയും തീർന്നിട്ടില്ല. പൂ പോലുള്ള ഈ ശരീരത്തിൽ ഇനി തല്ലുകയില്ല, തൊടുകയില്ല. എന്നാലോ? എന്നാലേ വാ തുറക്ക്. ദേ വിരലി കടിക്കരുത്. ഇനി വിരലിൽ കടിക്കില്ല. വിരലിന് മധുരം കുറവായിരിക്കും. വാ തുറക്ക്. അന്ന് ബാംഗ്ലൂരിൽ പോയ ദിവസം ഞാനൊരു ലഡു കൊണ്ടുവന്നിരുന്നു. ദേവദാസ് ഒന്നും വന്നില്ല. അത് ഇത്രയും നാൾ സൂക്ഷിച്ചു വെച്ചിരുന്നു? എന്റെ മനസ്സിൽ. ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് പറയാമോ? രസഗുള? അല്ല. അലുവ? അല്ല. പലഹാരങ്ങളുടെ പേര് എന്നിട്ട് നാക്കി വരും. കൊതിച്ചു. ആനവാല്. ആനവാലോ? ശരി, എന്നാ കണ്ണടക്ക്. കണ്ണടച്ചു. ദേവദാസ് ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. എന്തിന്? പാർവതിയെ കാണാൻ. അവരൊന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ. ഇപ്പൊ അവര് കുട്ടികളല്ലല്ലോ. കുട്ടിക്കാലത്ത് പാർവതിയും ദേവദാസും ഒരു നിമിഷം പിരിഞ്ഞിരുന്നിട്ടില്ല. ഇപ്പോഴും അവരങ്ങനെയാ. അവരെ രണ്ടുപേരെയും കാണാൻ നല്ല ചേർച്ചയാ. അവര് വിവാഹം കഴിച്ചു കാണാൻ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമാണ്. ഇതൊന്ന് ഉണ്ണിത്താൻ അദ്ദേഹത്തോട് പറയണം. ഞാൻ പറയില്ല. അവന്റെ ചേട്ടനെ ചെറുപ്പത്തിലെ വിവാഹം കഴിപ്പിച്ചതുകൊണ്ടാണ് അവൻ ചീത്തയായെന്നും പറഞ്ഞ് അദ്ദേഹം എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തും. ദേവദാസ് കുറച്ചുകൂടി പഠിക്കട്ടെ. കല്യാണം കഴിക്കുന്നത് കൊണ്ട് പഠിത്തത്തിനെന്താ തടസ്സം? അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു നോക്കണം. ഞാൻ ഇറങ്ങട്ടെ. ഉണ്ണിത്താൻ അദ്ദേഹം കുറുപ്പിനോട് അങ്ങ് ചെല്ലാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞു വിടാം. ഓ, ദേ ഇങ്ങോട്ട് വന്നേ. എന്താ? എലഞ്ഞുമുറ്റത്തേക്ക് ചെല്ലാനേ ഉണ്ണിത്താൻ അദ്ദേഹം ആളെ പറഞ്ഞയച്ചു. കല്യാണക്കാര്യത്തിന് മറ്റായിരിക്കോ? ആയിരിക്കും. മഹാഭാഗ്യമെന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്? കുട്ടിക്കാലം മുതലേ അവര് തമ്മിലുള്ള അടുപ്പം കാണുമ്പോഴൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നേരിട്ട് പറയാൻ ധൈര്യം ഉണ്ടായില്ല. അങ്ങൊരു വലിയ മനുഷ്യനാണ്. നിർത്ത്. തനിക്ക് ഇലഞ്ഞുമുറ്റത്ത് സമ്മതക്കാരനാകണം അല്ലേ? തന്റെ മകളെ എന്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ എന്ത് യോഗ്യതയാണോ തനിക്കുള്ളത്? ഉണ്ടായിരുന്ന സ്വത്ത് അന്യാധീനപ്പെട്ടുപോയി. അന്തസ് നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പൊ കൈമുതലായി അത് മാത്രമേ ഉള്ളൂ. അന്തസ്? അറപ്പുരയിൽ നടക്കാവും നാലുകെട്ടും അന്യാധീനപ്പെട്ടു പോയത് നിങ്ങൾക്ക് അന്തസ്സായിരിക്കാം. വലിയ കാരണവരുടെ മകളെ കണ്ട മ്ലേച്ഛന്റെ കൂടെ ഒളിച്ചോടി പോയതും നിങ്ങൾക്ക് അന്തസ്സായിരിക്കാം. ഞങ്ങൾക്ക് അപമാനമാണ്. മകളുടെ വെളുത്ത തൊലിയും കുഴഞ്ഞാട്ടവും കാണിച്ച് എന്റെ മകനെ വശീകരിക്കാന്ന് വിചാരിച്ചു അല്ലേ? ഈ ജന്മം നടപ്പില്ല. എന്റെ മോൾ ഉത്തരത്തി മുക്കാല. മോള് ജനിച്ചപ്പോഴേ ജ്യോത്സ്യം പറഞ്ഞതാ ഏറ്റവും വലിയൊരു പണക്കാരന്റെ ഭാര്യയാകുമെന്ന്. അത് നടന്നു. ഈ കാര്യം ഉണ്ണിത്താൻ അദ്ദേഹത്തോടൊന്ന് ആലോചിക്കാൻ പറഞ്ഞപ്പോ
നിന്റെ അച്ഛൻ ഒരു മടി. അവസാനം ഞാൻ വിചാരിച്ചപ്പോ കാര്യം നടന്നു. എല്ലാം എന്റെ സാമർഥ്യമാ. അതെ, നിന്റെ സാമർഥ്യം, നിങ്ങളുടെ മഹാസാമർഥ്യം. എന്നെ അവമാനിക്കാനാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്തുണ്ടായെന്ന് പറയണം. അയാൾ എന്നെ അപമാനിച്ചു. നമ്മുടെ കുടുംബത്തിലുള്ള ഒരു സ്ത്രീ അന്യജാതിക്കാരനോട് തിറങ്ങിപ്പോയത്, കുടുംബസ്വത്ത് മുഴുവൻ നശിപ്പിച്ചെന്ന്. അത് മാത്രമോ, എന്റെ മോളെ ഞാൻ പ്രേരിപ്പിച്ച് അയാളുടെ കുടുംബസ്വത്ത് അപഹരിക്കാൻ നോക്കിയെന്ന്. അതിൽ പിന്നെ അയാൾ എന്തോ. നിങ്ങൾക്ക് ഇതിനൊക്കെ ശരിക്കും മറുപടി പറയാമായിരുന്നില്ലേ? അയാളുടെ മകന്റെ കല്യാണത്തിന് ഒരു ദിവസം മുമ്പെങ്കിലും എന്റെ മോടെ കല്യാണം നടത്തണം. എന്റെ മകൾ അയാളെക്കാൾ നിലയും വരെയുമുള്ള ഒരാളുടെ ഭാര്യയായിരിക്കും, തീർച്ച. അങ്ങനെ ഉണ്ണിത്താൻ പറയരുതായിരുന്നു. അയാളുടെ മകനെ കൊണ്ട് നിങ്ങളുടെ മകളെ വിവാഹം കഴിപ്പിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അക്കാര്യം പറഞ്ഞാ പോരെ, ആക്ഷേപിക്കണം. എന്റെ ഈ സങ്കടം മാറണമെങ്കിൽ നിങ്ങൾ എന്നെ മനസ്സിരുത്തി സഹായിക്കണം. എലഞ്ഞിമുറ്റത്തേക്കാൾ വലിയൊരു തറവാട്ടിൽ എന്റെ മകളെ അയക്കണം. ഏറ്റുകുറുപ്പേ, ഞാൻ മനസ്സിരുത്തിയാൽ ഏത് വിവാഹവും നടക്കും. ഞാൻ പറയുന്നത് മനസ്സിലായി. എലഞ്ഞിമുറ്റത്തേക്കാൾ വലിയൊരു തറവാട്ടിൽ നിങ്ങളുടെ മകളെ അയച്ചാൽ മതിയല്ലോ. എനിക്കത് മാത്രം മതി. ഒരാഴ്ചക്കകം കുറുപ്പിന്റെ മകളുടെ വിവാഹം ഞാൻ ഉറപ്പിക്കും. പാർവതി, 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 എന്തു പറ്റി? ഓ, മനസ്സിലായി. ദേവദാസിനുള്ളിയല്ലേ? നിനക്ക് എപ്പോഴും തമാശയാ. എന്നാ പിന്നെ കാര്യം ഗൗരവമുള്ളതാണല്ലോ. എന്താ പറയൂ. ദേവദാസിന്റെ അച്ഛൻ എന്റെ അച്ഛനെ ആക്ഷേപിച്ചു. എന്തിന്? ഞാനും ദേവദാസുമായുള്ള കല്യാണക്കാര്യം ആലോചിച്ചതിന്. അതിനയാൾ ആക്ഷേപിക്കേണ്ട കാര്യം എന്താ? അവർക്കൊപ്പം പണമില്ലെന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ അന്തസ്സും അഭിമാനവും ഇല്ലാത്തവരാണെന്ന്. ജീവനുള്ള കാലം വരെ ദേവദാസിന്റെ അച്ഛൻ സമ്മതിക്കില്ലെന്ന്. ദേവദാസ് എന്ത് പറഞ്ഞു? അറിയില്ല. ദേവദാസിന്റെ അച്ഛൻ പറയുന്ന പോലെ ദേവദാസ് കേൾക്കുകയാണെങ്കിൽ പാർവതിയുടെ അച്ഛൻ പറയുന്ന പോലെ പാർവതിയും കേൾക്കണം. അവർ നിശ്ചയിക്കുന്ന കല്യാണം കഴിക്കണം. എനിക്കതിന് കഴിയുമോ? എന്തുകൊണ്ട് കഴിയില്ല? ഞാൻ എന്റെ അച്ഛനും അമ്മയും നിശ്ചയിച്ച ആളിനെയാണ് വിവാഹം കഴിച്ചത്. ഞങ്ങൾ എന്ത് സുഖമായി കഴിയുന്നു. ഞാനും ദേവദാസും കുട്ടിക്കാലം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. മറ്റൊരു വിവാഹം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഇപ്പൊ അമ്മയും അച്ഛനും എത്രയും വേഗം എനിക്ക് വേറൊരു വിവാഹം തിരക്കുകയാണ്. ദേവദാസിനെ ഞാൻ പോയെന്ന് കണ്ടാലോ? എന്തായാലും പാർവതി അങ്ങോട്ട് പോയി കാണണ്ട. ദേവദാസിന് സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. സ്വപ്നമാലിനി തീരത്തുണ്ടൊരു കൊച്ചു കല്യാണ മണ്ഡപം. സ്വപ്നമാലിനി തീരത്തുണ്ടൊരു കൊച്ചു കല്യാണ മണ്ഡപം. സുന്ദര പ്രേമ നന്ദനം മുല്ലപ്പന്തലിട്ടൊരു മണ്ഡപം.
ദേവദാസ്, ദേവദാസ്. പാർവതി, പാർവതി, നീ എന്തിനാ ആ സമയത്ത് വന്നു? ദേവദാസിനെ കാണാൻ. നിന്നെ ആരെങ്കിലും കണ്ടോ? ആരെങ്കിലും കണ്ടിരിക്കാം. പുറത്ത് ആരൊക്കെയോ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ആ മുറിയിൽ ദേവദാസിന്റെ അച്ഛൻ കിടക്കുന്നതും കണ്ടു. അച്ഛൻ ഉറങ്ങായിരുന്നു? അറിയില്ല. പാർവതി, അർദ്ധരാത്രിയിൽ എന്റെ മുറിയിൽ നീ വന്നിട്ട് ഇറങ്ങിപ്പോന്ന് ആരെങ്കിലും കണ്ടാൽ? കണ്ടാൽ എന്താ? ദേവദാസ് ഉള്ളപ്പോൾ എനിക്കൊരു ഭയവുമില്ല. നിന്റെ കുട്ടികളി ഇനി മാറിയിട്ടില്ല. എന്റെ ദേവദാസിനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാനാവില്ല. ദേവദാസിന് കഴിയുമോ? എങ്ങനെ മറക്കാൻ? ദേവദാസ്, എന്റെ അച്ഛനും അമ്മയും എനിക്ക് മറ്റൊരു വിവാഹം ആലോചിക്കുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ അച്ഛന്റെ തീരുമാനം പാർവതിക്കറിയാലോ. ദേവദാസിനോടൊത്ത് ജീവിക്കാൻ ഞാൻ എന്ത് കഷ്ടപ്പാടും സഹിക്കാം. അതെല്ലാം എനിക്ക് സുഖമാണ്. എന്നെ കൈവിടരുത്, എന്നെ കൈവിടരുത്. സമാധാനായിരിക്കും പാർവതി. ഞാൻ അച്ഛനോട് പറഞ്ഞു ഒരു തീരുമാനം ഉണ്ടാക്കാം. നാളെ ഞാൻ നിന്നെ വന്ന് കാണും. സമയമേറെയായി. പാർവതി ഇപ്പൊ പോകും. ഞാൻ കാത്തിരിക്കും.